കുറച്ച് കരിമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം മസാലയാണ് തയ്യാറാക്കേണ്ടത്. 3 കാന്താരി മുളകും കുറച്ച് കറിവേപ്പിലയും ഒരു 15 ചെറിയ ഉള്ളിയുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പൊടികളും ചേർക്കാം. 2 സ്പൂൺ മുളക് പൊടി, കശ്മീരി പൊടിയാണ് എടുത്തേക്കുന്നത്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും അരയാൻ ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കണം. മസാലയൊക്കെ നന്നായി അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി കരിമീനിലേക്ക് ആദ്യം ഉപ്പ് ചേർക്കുക. അതിനുശേഷം അരച്ച് വെച്ചേക്കുന്ന മസാലയും കൂടെ ചേർക്കുക. ഇനി നാരങ്ങയുടെ ജ്യൂസാണ് ചേർക്കേണ്ടത്. നാരങ്ങ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ കൈവച്ച് ഉരുട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ നാരങ്ങ പിഴിയുമ്പോൾ അതിൻ്റെ ജ്യൂസ് മുഴുവനായിട്ടും കിട്ടും. നാരങ്ങയുടെ പകുതി മാത്രമാണ് ചേർക്കുന്നത്. ആ ജ്യൂസും കൂടി ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞ് ചേർക്കാം. ഇനി ഇതിന് ശേഷം എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കണം. മീനിലേക്ക് ആ മസാലയൊക്കെ നന്നായി പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. 10 മിനിറ്റിന് ശേഷം നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാം. അതിനായി ആദ്യം അടുപ്പിലേക്ക് പാൻ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഇനി മസാല പുരട്ടി വെച്ചേക്കുന്ന കരിമീൻ നമുക്ക് എണ്ണയിലേക്ക് ഇടാം. അതിന് ശേഷം ഒരു 10 മിനിറ്റ് നല്ലപോലെ വേകണം. 2 വശങ്ങളും നല്ലപോലെ വെന്തതിന് ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി കരിമീൻ വാങ്ങിക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. കൂടെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.